ഡിവൈഎഫ്ഐയുടെ കുട്ടികൾ ചുണക്കുട്ടികളായിരുന്നുവെങ്കിൽ ആദ്യം സമരം ചെയ്യേണ്ടത് സ്വന്തം മുഖ്യമന്ത്രിക്കെതിരെയാണ്. അദ്ദേഹത്തെ പോലെ ഇത്രയധികം സ്ത്രീ പീഡനക്കാരെയും അഴിമതിക്കാരെയും സംരക്ഷിച്ച ഒരു നേതാവും ഒരു ഭരണാധികാരിയും കേരളത്തിൽ ഇതിനു മുമ്പ് ഉണ്ടായി കാണില്ല. വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ എന്റെ വഴികൾ. ഏവർക്കും എന്റെ വഴികളിലേക്ക് സ്വാഗതം. ഇനിയും എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, എന്റെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, തുടർന്നും എന്റെ വീഡിയോകൾ ലഭിക്കുന്നതിന് വേണ്ടി ബെല്ലൈക്കൺ അമർത്തുക. ഒരു സംസ്ഥാനത്തെ പോലീസ് എങ്ങനെയാവരുതെന്ന് ഉള്ളതിന്റെ ഉത്തമ ഉദാഹരണമായി ചൂണ്ടിക്കാണിക്കാവുന്നത് നമ്മുടെ കേരള പോലീസിനെയാണ്. ദൃശ്യമാധ്യമങ്ങളിൽ ഇന്നലെ നമ്മൾ രണ്ടു തരം പോലീസിനെ കണ്ടു. പിണറായി മന്ത്രിസഭയിൽ ഇത് നമ്മൾ പലവരും കണ്ടതാണ്. അതുകൊണ്ട് തന്നെ അതിൽ വലിയ അത്ഭുതവുമില്ല. ആദ്യം നമ്മൾ കണ്ടത് BJP ജില്ലാ പഞ്ചായത്ത് ഓഫീസിലേക്ക് കോൺഗ്രസ് പ്രവർത്തകർ നടത്തിയ മാർച്ചിലായിരുന്നു. എന്തിനായിരുന്നു കോൺഗ്രസ് പ്രവർത്തകർ BJP ജില്ലാ പഞ്ചായത്ത് ഓഫീസിലേക്ക് പ്രകടനം നടത്തിയത്? അത് മറ്റൊന്നിനുമല്ല, സ്ത്രീ പീഡനവീരനായ ശ്രീ കൃഷ്ണകുമാറിനെതിരെ പ്രതിഷേധവുമായിട്ടായിരുന്നു. ഭർത്താവ് ഉപേക്ഷിക്കപ്പെട്ട ഒരു അഭിഭാഷകയെ പ്രലോഭനങ്ങളിലൂടെ പീഡനത്തിന് വിധേയമാക്കി എന്ന ആരോപണത്തെ തുടർന്നായിരുന്നു പ്രതിഷേധ പ്രകടനം നടന്നത്. കൃഷ്ണകുമാർ ഈ വിഷയത്തെ ചാനലുകളിൽ നിസ്സാരവൽക്കരിക്കുകയും തള്ളിക്കളയുകയും ചെയ്യുന്നുണ്ട്. മാത്രമല്ല, പീഡനക്കേസ് കോടതിയും പോലീസും തള്ളിക്കളഞ്ഞതാണെന്നും അദ്ദേഹം കള്ളം പറയുകയും വാദിക്കുകയും ചെയ്യുന്നുണ്ട്. അതേസമയം മാധ്യമപ്രവർത്തകർ ചോദിക്കുന്നുണ്ട്, തള്ളിക്കളഞ്ഞത് സ്വത്ത് തർക്കവുമായി ബന്ധപ്പെട്ട കേസല്ലേ എന്ന്. അവിടെ കൃഷ്ണകുമാർ അടിപതറുന്നുമുണ്ട്. എന്തായാലും ആ പ്രതിഷേധ പ്രകടനത്തിനിടയിലായിരുന്നു പോലീസ് തങ്ങളുടെ അധികാരത്തിന്റെ മുഷ്കി കാണിച്ചത്. ആദ്യം സമാധാനപരമായി പ്രകടനം നടത്തിയ കോൺഗ്രസ് പ്രവർത്തകർക്ക് നേരെ ജലപീരങ്കി ഉപയോഗിക്കുന്നു. പിരിഞ്ഞു പോകാത്ത പ്രവർത്തകരെ പിന്നെ പോലീസ് മർദ്ദിക്കുന്ന ദൃശ്യമാണ് നമ്മൾ കണ്ടത്. എന്തിനാണ് കോൺഗ്രസുകാരെ ലാത്തിക്കടിച്ച് തലപൊട്ടിച്ചത് എന്ന് ആലോചിച്ചിട്ട് എനിക്കൊരു എത്തും പിടിയും കിട്ടുന്നില്ല. തല പൊട്ടിയതോ കോൺഗ്രസിന്റെ പാലക്കാട് നഗരസഭയിലെ ഒരു കൗൺസിലറുടെ. നമുക്ക് ആ ദൃശ്യമൊന്ന് കണ്ടിട്ട് വരാം. ഇവിടെ പോലീസ് മർദ്ദനത്തിന്റെ ഒന്നാം ഭാഗം അവസാനിക്കുന്നു. എന്തിനാണ് ഇവിടെ പോലീസ് തല്ലിയതെന്ന് ചോദിച്ചാൽ അത് പിന്നെ പറയാനാവും. രണ്ടാം ഭാഗം ആരംഭിക്കുന്നത് ഷാഫി പറമ്പിലിന്റെ വടകരയിൽ ഡിഫിയുടെ കാളക്കൂറ്റന്മാർ വഴിതടയുന്ന രംഗത്തോടെയാണ്.
എന്തിനാണ് ഷാഫി പറമ്പിലെ ഡിഫിക്കാർ തടയുന്നത്? അത് മറ്റൊന്നിനുമല്ല, രാഹുൽ മാങ്കൂട്ടത്തിനെ ഷാഫി പറമ്പിൽ സംരക്ഷിക്കുന്നു എന്ന് പറഞ്ഞാണ്. എന്ത് പരാജയമാണല്ലേ ഈ ഡിഫിക്കാർ? ഏറ്റവും കൂടുതൽ അഴിമതിക്കാരെയും സ്ത്രീ പീഡനക്കാരെയും സംരക്ഷിക്കുന്നത് ആരെന്ന് ചോദിച്ചാൽ അതിനുള്ള ഒരൊറ്റ ഉത്തരമേ ഉള്ളൂ, നമ്മുടെ മുഖ്യമന്ത്രി പിണറായി വിജയൻ. ആരൊക്കെയാണ് അദ്ദേഹം സംരക്ഷിക്കുന്നത്? നമ്മുടെ സിനിമാ നടനായ മുകേഷിനെ. കേസിപ്പോഴും കോടതിയിൽ കെട്ടിക്കിടക്കുകയാണ്, അതിപ്പോഴും ഓടിക്കൊണ്ടിരിക്കുന്നു. നമ്മുടെ ഗണേഷ് കുമാർ, എത്ര പീഡന കേസുകളിലാണ് അദ്ദേഹത്തിന്റെ പേരിലുള്ളത്? പിന്നെ സ്വപ്ന സുരേഷിന് വേണ്ടി ഉറക്കമൊഴിച്ച് കാത്തിരുന്ന മന്ത്രി, സ്വപ്ന സുരേഷിനെ മൂന്നാറിലേക്ക് ക്ഷണിച്ച നേതാവ്, സരിതയുടെ കുഞ്ഞിനെ പ്രസവിച്ചവർ, ഈ രാത്രി സ്വപ്ന സുരേഷിന്റെ കൂട്ടിരിപ്പുകാരനും അഴിമതിക്ക് സർവാധികാരം പതിച്ചു നൽകിയ മുഖ്യമന്ത്രിയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറി, ഇവരടക്കം നിരവധി പേരെ പുതപ്പിട്ട് മൂടി സംരക്ഷിച്ച ഒരു മുഖ്യനെ മാറ്റി നിർത്തിയാണ് അദ്ദേഹത്തിന്റെ അണികൾ ഷാഫി പറമ്പിലിന്റെ ചോരയ്ക്ക് വേണ്ടി പാഞ്ഞെടുക്കുന്നത്. ഡിവൈഎഫ്ഐയുടെ കുട്ടികൾ ചുണക്കുട്ടികളായിരുന്നുവെങ്കിൽ ആദ്യം സമരം ചെയ്യേണ്ടത് സ്വന്തം മുഖ്യമന്ത്രിക്കെതിരെയാണ്. അദ്ദേഹത്തെ പോലെ ഇത്രയധികം സ്ത്രീ പീഡനക്കാരെയും അഴിമതിക്കാരെയും സംരക്ഷിച്ച ഒരു നേതാവും ഒരു ഭരണാധികാരിയും കേരളത്തിൽ ഇതിനു മുമ്പ് ഉണ്ടായി കാണില്ല. ആ മുഖ്യമന്ത്രിയെ മാറ്റി നിർത്തി, ഇത്രയും പീഡനക്കാരെ മാറ്റി നിർത്തി ഷാഫി പറമ്പിലിനെ വട്ടം ചുറ്റിപ്പിടിക്കാൻ നാണമില്ലേ മാർക്സിസ്റ്റുകാരെ എന്ന് ചോദിക്കാനുള്ളൂ. ഷാഫി പറമ്പിലിന് നേരെ വളരെ മോശം വാക്കുകൾ ഉപയോഗിച്ച് വർദ്ധിത ശൗര്യത്തോടെ പാഞ്ഞെടുക്കുന്ന ഡിവൈഎഫ്ഐ പ്രവർത്തകരെ നമുക്ക് വീഡിയോയിൽ കാണാനാവും. അത്രയും രോഷത്തോടെ മുദ്രാവാക്യം വിളിച്ച് പോലീസിനെ പുല്ലുവില കൽപ്പിച്ച് ഒരു എംപിക്ക് നേരെ, അദ്ദേഹത്തിന്റെ വാഹനത്തിന് നേരെ പാഞ്ഞെടുക്കുന്ന ലഭിക്കാരെ എത്ര തന്മയത്തോടെയും കരുതലോടെയുമാണ് പോലീസ് കൈകാര്യം ചെയ്യുന്നത്. ആ വീഡിയോയും നമുക്കൊന്ന് കണ്ടു മടങ്ങാം. വടകര MLA KK രമയുടെ ആഭിമുഖ്യത്തിൽ ഭിന്നശേഷി കുട്ടികൾക്കുള്ള ഓണം പരിപാടി സംഘടിപ്പിക്കാൻ എത്തിയതായിരുന്നു ഷാഫി പറമ്പിൽ. ഇതിനിടെയാണ് ഡിവൈഎഫ്ഐ പ്രവർത്തകർ പ്രതിഷേധവുമായി എത്തിയത്. എന്തൊരു ആക്രമണ ത്വരയാണ് അവർക്കുള്ളത്. അതും ഒരു ഇന്ത്യയെ വഴികടന്നു. അവർക്ക് നേരെ ലാത്തി വീശാനൊന്നും പോലീസിന് നേരം. ഇത് ഷാഫി പറമ്പിൽ എംപിയോ കോൺഗ്രസിലെയോ UDFിന്റെയോ മറ്റു നേതാക്കന്മാരോ ആയിരുന്നില്ല എങ്കിൽ എപ്പോഴും ഇവർ ഈ അക്രമകാരികളെ അടിച്ചോടിച്ച് വാഹനമായി കടന്നുപോയിട്ടുണ്ടായിരുന്നു. സമരം ചെയ്യേണ്ടവർ ചെയ്യുക, അതിന്റെ അവകാശങ്ങൾ എല്ലാവരും മാനിക്കുന്നു. പക്ഷെ വേണ്ടാത്ത വർത്താനം വന്ന് നായ പട്ടിന്നൊക്കെ വിളിച്ചാൽ കേട്ടു പോകുന്നവരാണ് സെക്രട്ടറി അതിനോട് ചോദിക്കണമെന്ന അതിനാർജുണ്ടോ? സമരം ഞാനും ചെയ്തിട്ടുണ്ട്, കണ്ടിട്ടുണ്ട്. ക്ലാസ് കത്തുമ്പോ വന്നിട്ട് നായ വട്ടിന്നൊക്കെ വിളിച്ചാൽ കേട്ടിട്ട് പോകാൻ അവരെ പേടിച്ചു പോകാൻ ഒരാളെ നോക്കാൻ പറയണേ കേട്ടോ. ഒരാളും പേടിച്ചു പോകാൻ ഉദ്ദേശിക്കുന്നില്ല. ആര് സമരം ചെയ്തോട്ടെ, സമരം ചെയ്യാൻ അവകാശം അല്ല, സമരം ചെയ്തോട്ടെ, അതിന് നായ വട്ടി അത് കേട്ടിട്ട് പോകുകയായിരുന്നു.
സമരം ചെയ്യാൻ എല്ലാവർക്കും അവകാശമുണ്ട്. സമരങ്ങളെയും പ്രതിഷേധങ്ങളെയും ഒന്നും ഞങ്ങൾ ഇതുവരെ ഭയന്നിട്ടുമില്ല. സമരം ചെയ്യാനുള്ള ആരുടെ അവകാശത്തെ ചോദ്യം ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ല. പക്ഷെ സമരത്തിൻ്റെ പേരിൽ വന്നിട്ട് ആഭാസത്തരം കാണിക്കുകയും ചോദിക്കുകയും ചെയ്യുക. ഞാൻ ഒരാൾക്കും പരിക്ക് പറ്റരുതെന്ന് പോലീസിനോട് പറഞ്ഞു, വാഹനം നിർത്തിവെക്കാൻ പറഞ്ഞു. വാഹനം തട്ടിയിട്ട് ഒരാൾക്കും പരിക്കേൽക്കരുതെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ പറഞ്ഞ ഒരാളാണ്. അവിടെ വന്നിട്ട് നായ പട്ടി എന്നൊക്കെ വിളിച്ചാൽ അത് കേട്ടു നിൽക്കാൻ ഒരാളെ നോക്കണം, ഏത് വലിയ സമരക്കാരൻ വന്നാലും. അങ്ങനെ വടകര അങ്ങാടിന്ന് ആരും പേടിച്ചു പോകാനും ഉദ്ദേശിക്കുന്നില്ല, ഇവിടെ തന്നെ കാണും. കണ്ടല്ലോ, ഒരു MP പ്രക്ഷുബ്ധമായ അന്തരീക്ഷത്തിലേക്ക് ഇറങ്ങി വരാൻ നിൽക്കുമ്പോൾ അനുനയ വാക്കുകളിലൂടെ അയാളെ പിന്തിരിപ്പിക്കാനോ അയാളെ തടഞ്ഞു നിർത്താനോ കാര്യമായ ശ്രമം നടത്തുന്നില്ല പോലീസ്. മാത്രമല്ല, അക്രമാസക്തരായ DYFI പ്രവർത്തകർക്ക് നേരെ കോൺഗ്രസ് പ്രവർത്തകരോടും യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരോടും കാണിച്ച കയ്യൂക്കും പോലീസ് ഇവിടെ കാണിക്കുന്നില്ല. പരമാവധി ദാർഷ്ട്യം കാണിക്കാൻ DPക്കാരെ അനുവദിക്കുകയായിരുന്നു പോലീസ്. പോലീസിന്റെ പിടിയിൽ പോലീസിന്റെ മുഖത്ത് നോക്കി ചിരിച്ചുകൊണ്ട് വാഹനത്തിലേക്ക് പോകുന്ന പ്രവർത്തകരെയും നമുക്ക് കാണാം. അതാണ് ഞാൻ പറഞ്ഞത്, രണ്ടു തരത്തിലുള്ള പോലീസ് നയം നമുക്ക് കാണാമെന്ന്. ഇവർ തന്നെയാണ് മുഖ്യമന്ത്രിക്ക് കരിങ്കൊടി കാണിച്ചവരെ ചതച്ചതും ഹെൽമറ്റും ബാറ്റണും ഉപയോഗിച്ച് മർദ്ദിച്ചതും. കൂട്ടത്തിൽ പാർട്ടി പ്രവർത്തകരും പോലീസിന്റെ അധികാരം കൈയാളിയിരുന്നു ആ സമരങ്ങളിലൊക്കെ. സമരക്കാരെ ഗുണ്ടകളെ പോലെ നേരിട്ടിരുന്നതും ഈ ഭരണത്തിന്റെ തണലിൽ DPക്കാരും മാർക്സിസ്റ്റ് പാർട്ടിക്കാരും തന്നെയായിരുന്നു. ഇവിടെ പാലക്കാട് പോലീസ് BJPക്ക് വേണ്ടിയും വടകരയിൽ DYFIക്ക് വേണ്ടിയും പ്രവർത്തിക്കുകയായിരുന്നു എന്ന് വേണം പറയാൻ. അതുകൊണ്ട് തന്നെ ഇടത് ഭരണകൂടത്തിലും ഇടത് ഗവൺമെന്റിന്റെ പോലീസിനും BJPയുടെ ഒരു വാല് മുളക്കുന്നുണ്ട് എന്ന് പറയുന്നതിൽ തെറ്റൊന്നുമില്ല. ഇവിടെ രാഹുൽ മാങ്കൂട്ടത്തിന്റെ പേരിൽ ഷാഫിയെ കടന്നാക്രമിക്കുന്നത് ഷാഫി പറമ്പിൽ രാഹുലിനെ സംരക്ഷിക്കുന്നു എന്നതുകൊണ്ടല്ല, അത് വെറുമൊരു വായ്ത്താരി മാത്രമാണ്. ലക്ഷ്യം കോൺഗ്രസിലെ ചുറുചുറുക്കുള്ള യുവ നേതാക്കന്മാരെ ഇല്ലാതാക്കുക എന്നതാണ്. രാഹുൽ മാങ്കൂട്ടത്തിൽ പുലിയായിരുന്നെങ്കിൽ അതിനേക്കാൾ കരുത്തനാണ് ഷാഫി എന്ന് ഇടതുപക്ഷത്തിന് നന്നായി അറിയാം. അതിലൊരുത്തൻ ഒളിയമ്പ് കൊണ്ട് പതറി വീണെങ്കിൽ മറ്റേ കൊമ്പനെ കൂടി വാരിക്കുഴിയിലൊരുക്കി വീഴ്ത്താനുള്ള ശ്രമത്തിലാണ് ഇടതുപക്ഷവും BJPയും. ഷാഫി പറമ്പിലിനെ പോലെ ഇത്രയും ജനസമ്മതനായ ഒരു നേതാവും ഇന്ന് ഇടതുപക്ഷത്തിലെന്ന് അവർക്ക് നന്നായി അറിയാം. ഷാഫിയുടെ ആ ജന പിന്തുണയാണ് ശൈലജ ടീച്ചറെ യാതൊരു കൂസലുമില്ലാതെ കടപുഴക്കിയെറിഞ്ഞത്. അത് തന്നെ ഇടതിന്റെ അത്തിക്കേറ്റ ഏറ്റവും വലിയ അടിയുമായിരുന്നു. ഷാഫി പറമ്പിൽ ജനവികാരം അറിഞ്ഞ് പ്രവർത്തിക്കാനും ആൾക്കൂട്ടത്തെ തന്റെ വരുതിയിലാക്കാനും മാത്രം മാന്ത്രിക ശക്തിയുള്ള ഒരു മജീഷ്യനാണ്. ഇനി ഇടതിന്റെയും BJPയുടെയും അടുത്ത തന്ത്രം കോൺഗ്രസിൽ ഷാഫിയെ പോലെ കാലിബറും പൊട്ടൻഷ്യമുള്ള നേതാക്കളെ ഇല്ലായ്മ ചെയ്യുക എന്നതാണ്. അതിനവർ ഏത് വായ്ക്കുഴിയും ഒരുക്കി കാത്തിരിക്കും.